ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രിയേറ്റേഴ്സ് സെക്കൻഡ് ക്രേസി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടാപ്പൊക്കെ മുറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു മെഷീനാണ്. ആ ടാപ്പ് മുറിച്ചെടുക്കാൻ വേണ്ടിയാണ് മെഷീൻ എന്ന് പറയുന്നത് ഒരു ഇതാണ്, ഉപകരണമാണ്. അത് നിങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഫാൻസി സ്റ്റോറിലൊക്കെ പോകുമ്പോൾ പെട്ടിയൊക്കെ ഒട്ടിക്കാൻ, അതായത് ഈ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ഒട്ടിക്കാൻ വേണ്ടി പോലെ അവിടുന്ന് ഇൻസ്റ്റന്റ് വേണ്ടി താത്ത ഇൻസ്റ്റന്റ് ആപ്പ് അവിടുന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലത്തെ ഒരു സാധനം ഞാനെല്ലാം ഉണ്ടാക്കി, അഭിനയം അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതിന് മുന്നേ ഞങ്ങൾ ഈ ചാനൽ ക്രിയേറ്റേഴ്സ് കൊണ്ട് നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണാൻ ബെല്ലേക്കിനെ വിളിക്കുക. നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പം ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഈ മെഷീൻ ഉണ്ടാക്കാൻ ആദ്യമായി വേണ്ടത് ഇതേപോലെ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഇതിനുള്ളിൽ വെക്കാൻ പോകുന്ന സെല്ലോ ടാപ്പ് ഇതിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗം ഇതിൻ്റെ അളവിൽ ഒരു റൗണ്ട് ഇടേണ്ടതാണ്. നമ്മൾ ഇതേപോലെ റൗണ്ട് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു സ്കെയിൽ എടുത്തതിനു ശേഷം ഇതിൻ്റെ പുറത്ത് നിന്നും വീഡിയോയിൽ കാണുന്നത് പോലെ 6 സെൻറ്റിമീറ്റർ നീളത്തിന് ഒരു വരയിടുക. അതിനുശേഷം അടിയിലേക്കും ഒരു വരയിട്ട് കൊടുക്കാം. ഇനി അടുത്തതായി ഈ റൗണ്ട് തുടങ്ങുന്നിടത്തു നിന്നും ഒരു ചെറിയൊരു കർവ് രൂപത്തിൽ നമുക്കൊന്ന് വരച്ചെടുക്കാം. ഈ കർവ് കൂട്ടിമുട്ടുന്ന സ്ഥലത്തു നിന്നും അടിയിലേക്ക് ഒരു വര കൂടി നമുക്ക് വരച്ചെടുക്കണം. ഇനി നമുക്ക് ഈ വരച്ച ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല മൂർച്ചയുള്ള ബ്ലേഡ് എടുത്ത് ഇതൊന്ന് നമുക്ക് നല്ലവണ്ണം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വർക്കിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ മറ്റൊരു പീസും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് ഇതേപോലെ നീളത്തിനുള്ള ഒരു പീസാണ്. ഇതിൽ വെച്ച് ഗ്ലൂ ചെയ്ത് ഒട്ടിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലൂ ചെയ്ത് ഒട്ടിക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായി ഇതിൽ ഗ്ലൂ ചെയ്ത് വെക്കാം. ഈ ചെറിയ പീസ് ഇതിൻ്റെ അടിഭാഗത്തായി ഗ്ലൂ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഗ്ലൂ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഫെവിക്വിക്ക് പോലുള്ള പശകളെടുത്ത് ഗ്ലൂ ചെയ്താൽ മതി. നമുക്ക് ഈ പീസ് ഇതിൽ നന്നായിട്ട് ഒട്ടിച്ചു വെക്കാം. ഒട്ടിച്ചതിന് ശേഷം കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് പറഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സൈഡ് നല്ലവണ്ണം ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പീസും ഇതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം ഇതും ഒട്ടാൻ വേണ്ടി കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇത് രണ്ട് സൈഡ് നല്ലവണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ഇതുപോലെ ഒരു പീസ് ആവശ്യമുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഇവിടെയായിട്ട് ഗ്ലൂ ചെയ്ത് ഒന്ന് ഒട്ടിച്ചു വെക്കാം. നമുക്ക് ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ഒട്ടിച്ചു വെക്കാം.
അപ്പൊ നമ്മൾ അതും നല്ലവണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്തതായി ഇതേപോലെ ഒരു ചെറിയ പീസ് എടുത്തതിനു ശേഷം ഇതിന്റെ മുകൾ ഭാഗത്തായി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനായി ഇതിലും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. നമ്മൾ ഇതിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ഇതും ഇവിടെ നല്ലവണ്ണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അടുത്ത വർക്കിലേക്ക് കിടക്കാം. നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ഒരു ചെറിയ പീസ് എടുത്തതിന് ശേഷം അതിൽ നമുക്ക് സെല്ലോ ടാപ്പ് കുറച്ച് ചുറ്റി കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഇത് എന്തിനാണ് ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ സെല്ലോ ടാപ്പ് പറിച്ചതിന് ശേഷം സെല്ലോ ടാപ്പിൻ്റെ ബാക്കി വരുന്ന ഭാഗം ഇതിന്മേൽ ഒട്ടി നിൽക്കാനാണ് നമ്മൾ ഇതേപോലെ ഇതിന്മേൽ സെല്ലോ ടാപ്പ് അപ്ലൈ ചെയ്യുന്നത്. നന്നായി ചുറ്റിയെടുത്തതിന് ശേഷം അപ്പോൾ നമ്മൾ നന്നായി ഇത് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇത് ചുറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടുത്ത വർക്കിലേക്ക് ഇടണം. ഇനി നമ്മൾ അടുത്തതായി ഇതേപോലെ ഒരു പുതിയ ബ്ലേഡ് എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നടുഭാഗം ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ ആയിട്ട് ഇത് ഗ്ലൂ ചെയ്ത് നമുക്ക് ഇത് ഒട്ടിച്ചു വെക്കാം. അപ്പോൾ നമുക്ക് ഇതിനായി ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്യാം. നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ ബ്ലേഡ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് നല്ലപോലെ ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു ഹോൾ പുറത്തേക്ക് ഇടേണ്ടതാണ്. ഇതുപോലെ നമുക്കൊന്ന് ഒരു ഹോൾ ഇട്ടെടുക്കാം. ഇതേപോലെ രണ്ട് സൈഡിലും നമുക്ക് ഒരു ഹോൾ ഇട്ടെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഹോൾ ഇടുന്ന വർക്കിലേക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ട് ഭാഗവും നന്നായി ഹോളിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വർക്കിലേക്ക് കിടക്കാം. ഇനി അടുത്തതായി വേണ്ടത് ഇതേപോലുള്ള ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെച്ചതിന് ശേഷം സെല്ലോ ടാപ്പിൻ്റെ ഉള്ളിൽ വട്ടത്തിനനുസരിച്ചുള്ള ഒരു 4 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെ 4 റൗണ്ട് ഇട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായി ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പീസ് നമ്മൾ നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി 3 പീസും ഇതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ 4 പീസും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഇത് 4
ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. നമുക്ക് അടുത്തതായി ഇതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാം. നമ്മൾ 4 പീസും നല്ലവണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ നടുവിൽ ഒരു ഹോളിടേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഹോളിട്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇതിൽ ഹോളിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഇതേപോലെ ഒരു ടൂത്ത് പിക്കിൽ സെല്ലോ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇറക്കി വെക്കാം. ഇതിനുശേഷം നമ്മൾ ഇതിൽ വെക്കാൻ എടുത്തിരുന്ന ആ സെല്ലോ ടാപ്പിൻ്റെ ഉള്ളിലേക്ക് ഈ റൗണ്ട് ഇറക്കി വെച്ചതിന് ശേഷം ഇത് പശയുള്ള ഭാഗം കണ്ടുപിടിച്ച് ഇത് ഈ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഹോളിലേക്ക് ഇത് ഇറക്കി വെക്കുക. ശേഷം ഈ പശ ഉള്ള ഭാഗം ഇതിൽ നന്നായി ഇതിലേക്ക് ഒട്ടിച്ച് വെക്കുക. അപ്പം ഇത്രയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. അപ്പം നേരെ നമുക്ക് ഇതിൻ്റെ ടെസ്റ്റിങ്ങിലേക്ക് എടുക്കാം. അപ്പം നിങ്ങൾക്ക് കാണാം ഇത് വളരെ സിമ്പിളായി ഇപ്പോൾ നമുക്ക് ടാപ്പ് പറിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അതുപോലെ ഞങ്ങൾ ടിക്ടോക്കിലുള്ള ചാനൽ കൂടി ചാനൽ ഉണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളൊന്ന് പോയി കണ്ടോക്കാം. അപ്പോൾ ഞങ്ങൾ ഇതിലിരുന്ന ആ വീഡിയോ തന്നെ ഞങ്ങൾ ഒന്ന് പാസ് ആക്കിയാണ് ടിക്ടോക്കിൽ കളിക്കുന്നവർക്കൊക്കെ അതൊന്ന് കാണാവുന്നതാണ്. അപ്പം ഇതുപോലെ മറ്റൊരു ടെക്നോളജി വീഡിയോ തന്നെ അതിനോടൊപ്പം ദിസ്